പ്രശാന്ത് ഏട്ടാ, നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ്. ഇനി 2 ഘട്ടം മാത്രമേ ബാക്കിയുള്ളൂ. 4-ാം തീയതി നമുക്ക് റിസൾട്ട് അറിയാം. ഇന്നലെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് 310 സീറ്റ് NDA ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കി അതായത് കേവല ഭൂരിപക്ഷത്തിൽ കടന്ന് അധികാരത്തിൽ വന്നു കഴിഞ്ഞു. ഇനി അവസാനത്തെ 2 ഘട്ടത്തിൽ നിന്ന് ബാക്കി സീറ്റുകളും കൂടെ ആകുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ? എങ്ങനെയാണ് ഗംഭീരമായ എങ്ങനെയാണെന്നുള്ള കാര്യം ജോണ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത 2014-ലെയും 2019 10 കൊല്ലം പൂർത്തിയായല്ലോ. ഇപ്പൊ 24 2014-2019 വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ അടുത്തത് മോദി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മൊത്തം ഇടയിൽ ഒരു ഭയങ്കര പ്രചരണം ശ്രദ്ധിച്ചായിരുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പേ അധികാരത്തിൽ വരുന്ന ഒരു മോദി സർക്കാർ 2024. പിന്നെ ഇത് എങ്ങനെ നെറേറ്റീവ്സ് ഉണ്ടാക്കിയിട്ടും എങ്ങനെ കുപ്രചരണം നടത്തിയിട്ടും അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. നമ്മുടെ കേരളത്തിലേക്ക് ഇലക്ഷനെ പറ്റി പരിശോധിക്കുമ്പം എത്ര ആരോപണം വന്നാലും ഇലക്ഷൻ സമയത്ത് കേരളത്തിൽ വന്നപ്പം ഇലക്ഷൻ അങ്ങോട്ട് ടൈറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവർക്കും ഒരു സംശയം, കോൺഗ്രസിൻ്റെ പ്രചരണം, അതിൻ്റെ അപ്പുറം CPM-ൻ്റെ പ്രചരണം, BJP പ്രചരണം. അപ്പോൾ ആൾക്കാർക്ക് വോട്ട് ചെയ്യേണ്ടതൊക്കെ ആൾക്കാർ തീരുമാനിച്ചെങ്കിൽ ഈ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മറ്റേയാളുടെ വോട്ടാർക്കായിരിക്കും. അല്ലെ, നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വോട്ട്, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ വോട്ട് ആർക്കായിരിക്കും. അപ്പോൾ ഇത് കൺഫ്യൂഷൻ. പക്ഷേ ഇവിടം വിട്ട് ഞാൻ കേരളത്തിലെ കാര്യം അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി എങ്ങും ആ ഒരു എഫക്റ്റ് ഇല്ല. വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ സംസാരിക്കണ്ട, ഞാനിപ്പോൾ പറഞ്ഞ ചുമ്മാ മോദി ക്ലീൻ സ്വീപ്പാണ് BJP. അപ്പോൾ ഈ 400 അവർ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും അവർ ഓരോ മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യമല്ല അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ 410 എന്നൊക്കെ പറയുമ്പോൾ, അല്ല 400+ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയല്ല, ഇവർ ഇതിനൊന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ളെന്നുള്ള ഒരു അങ്ങനെയൊക്കെ തോന്നുക. അല്ല ചേട്ടാ, ഇത് നിങ്ങൾ ജോണിപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറയുക, ആ കാര്യം പറയുന്നത് നടക്കത്തില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അവിശ്വസിച്ചാൽ പോരെ. നിങ്ങൾ പറയുന്ന കാര്യമെല്ലാം നടക്കുക, പിന്നെ എങ്ങനെ അവിശ്വസിക്കാതിരിക്കുന്നത്? അപ്പം ഇനിയും ഏതാണ്ട് 115 സീറ്റിന്റെ മത്സരമേ ഉള്ളൂ 2 ഘട്ടത്തിൽ. ഇന്നലെ അമിത്ഷാ 320 സീറ്റിന്റെ അങ്ങോട്ട് കണക്ക് 310 സീറ്റിന്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ അധികാരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ബാക്കിയുള്ള സീറ്റ് 370 ആണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 370 400 എനിക്ക് തോന്നുന്നു മോദി പറഞ്ഞത് ഇവർ 2 NDA മൊത്തത്തിലാണ്. അപ്പം ബാക്കിയുള്ളതിന്റെ മത്സരം നടക്കുകയാണ്, അതും ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ പുള്ളി എണ്ണി കാര്യം പറഞ്ഞ പോലെ അങ്ങ് പറയുക, മനസ്സിലാവും. ഇതിന് ഒന്നും പറയാൻ പറ്റാത്ത ഇടയ്ക്കിടയ്ക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം UP-യിലെ കാര്യം പറയും, ഒരു സീറ്റ് BJP കിട്ടത്തുള്ളൂ. UP ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുക. അത് ഉണ്ടാക്കത്തില്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന് പറയാൻ പറ്റുന്ന കാര്യം അങ്ങനെ പറയാൻ പറ്റും. അതിനപ്പുറം ഇങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞാൽ അയാളെ തലയിലായാലും കല്ലെടുത്തെറിയത്തില്ലേ? അല്ലേ, ഏത് പൊട്ടനും മനസ്സിലാവത്തില്ല UP പോലുള്ള സംസ്ഥാനത്ത് BJPക്ക് ഒരു സീറ്റേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്ക് സുഖമില്ല. അപ്പോൾ ഇവന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല, ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ലെന്ന് വിചാരിക്കത്തില്ല. അപ്പം അതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നാളെ ഈ കേരളത്തിൽ എല്ലാവരും നോക്കിയിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അവസ്ഥ. പിന്നെ ബാക്കി സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കിയോ, ഏതെങ്കിലും ഒരു സംസ്ഥാനം വിട്ട് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവിന് വെളിയിലോട്ട് പ്രചരണത്തിന് പോകാനൊക്കെ മമത അവിടെ കിടന്ന് വെള്ളം കുടിക്കുക. മമത ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പുറത്തോട്ട് പോകാനൊക്കത്തില്ല, നല്ല ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്ക്. സത്യം, രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല. വിഷയങ്ങളായി 34 സീറ്റാ ഈ പറഞ്ഞ പോലെ അമിത്ഷാ പറഞ്ഞേക്കുന്നത്. 28 സീറ്റ് വരെ ഈ എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ എക്സിറ്റ് പോൾ സർവേ ഒക്കെ വളരെ കുറച്ച് സമയങ്ങളിലെ തെറ്റിയിട്ടുണ്ട്, ബാക്കി 3/4 സമയങ്ങളും തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആൾക്കാരെ എക്സിറ്റ് പോളൊക്കെ കേൾക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് പോൾ സർവേ എന്ന് പറയുന്നത്. ബാക്കി അഖിലേഷ് യാദവിൻ്റെ അവസ്ഥ എന്തുവാ? ഒന്നും കിട്ടത്തില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടേ? അച്ഛന്റെ സീറ്റ് നോക്കാതെ മോന് നോക്കണ്ടേ? പെണ്ണുമ്പിള്ളയുടെ സീറ്റ് നോക്കണ്ടേ? പിന്നെ ഇവരുടെ എല്ലാം കൂടെ 5 സീറ്റ് അവിടെ ഉണ്ട് നേരത്തെ ഉള്ളത്, ഇതെങ്കിലും അവിടെ പിടിച്ചു നിർത്തണ്ടേ? രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്തുവാ? രാഹുൽ ഗാന്ധി ആകപ്പാടെ തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മത്സരിക്കുമ്പോഴാണ്. ഇപ്പൊ അവിടെ കിടക്കുക, ആ പെങ്ങളും ആങ്ങളെയും കൂടെ അവിടെ കിടക്കുക. 2 എണ്ണം പിടിക്കുന്നു. ഒരെണ്ണം ഒരു കാരണം വെച്ചാലും ഒക്കത്തില്ല, മറ്റേതില്ല എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഒരു സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം UP-യിലുള്ളായിരുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും ആ സംസ്ഥാനത്തെ ബേസ് ചെയ്തുള്ള നേതാക്കന്മാർ. ഇന്ത്യ ബീഹാറിലെ അവസ്ഥ എന്തോ, ആ പിള്ളേർക്ക് വെളിയിലോട്ട് വരാൻ പറ്റുമോ? ഏതാ ഈ ലാലു പ്രസാദ് യാദവിന്റെ മക്കൾക്ക്, ലാലു പ്രസാദ് യാദവിന് വയ്യ, അല്ലാലും വയ്യ, അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് വെളിയിലോട്ട് വരാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിനും ഇന്ത്യ മുന്നിലെ നേതാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വെളിയിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന സാധനം പോവും.
എന്തുവായാലും പോകും, എന്നാൽ നിന്നെങ്കിലും മാക്സിമം നോക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മുന്നണിയിൽ ഈ പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ശരി. അപ്പൊ ഇത്രയും അപ്രമാദത്തിൽ ഇങ്ങനെ വെളിയിലോട്ട് പോകാൻ വയ്യാത്തപ്പോഴായി അമിത്ഷായും മോദിയിൽ പണ്ടെന്ന പോലെ ഈ പരുന്ത് ആകാശത്ത് കിടന്ന് പറക്കുന്ന പോലെ പറക്കുക. അങ്ങ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മ ചിരി വന്നു പറഞ്ഞ യോഗി പോകുന്നു, ഈ ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ, പിന്നെ അമിത്ഷാ പ്രധാനമന്ത്രി ഒരു 10-700 റാലി നടത്തുന്നത് അങ്ങ് വരവുകയാണ്. അവരുടെ ഒരു അപ്രമാദിത്വമാണ്. ഈ 400 സീറ്റ് പ്ലസ് വരുന്നതിനകത്ത് 115 സീറ്റിൻ്റെ ഇലക്ഷൻ ഇനി നടക്കാനുള്ളപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പുകൾ നിങ്ങളുണ്ട്, ശ്മശാന മൂകതയാണ്. BJPയുടെ ക്യാമ്പുകളിൽ എന്ന് പറഞ്ഞാൽ അവർ BJPക്കാർക്ക് വളരെ ദൃഢം ചെയ്തില്ല. അവർ അധികാരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായി നിൽക്കുന്നില്ല BJP നേതാക്കന്മാരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ BJPയുടെ അണികൾ നിൽക്കുന്നത്. ഇപ്പം ഇതിൽ കൂടുതൽ എന്താ വേണം, അടുത്ത ഇലക്ഷൻ ആര് വരും, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ജൂൺ 4 വരെ പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഒരു ഈ ശരീരഭാഷയും അവരുടെ മുഖത്തിൻ്റെ ലക്ഷണമൊക്കെ രണ്ടുപേരും വെച്ച് കാണുമ്പോൾ അപ്പം കാര്യമൊന്നുമില്ല. ഇന്ത്യ മുന്നണി വളരെ ദയനീയമായിട്ട് ഈ പറയുന്ന പോലെ തോറ്റു പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ അതിൻ്റെ ഒരു കണക്കുണ്ട്, അതും കൂടെ ഞാൻ പറയാം. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പം പ്രധാനമായിട്ട് ഈ ഒറീസ കഴിഞ്ഞ തവണ BJD ബിജു ജനതാദൾ 12 സീറ്റിലാണ് ജയിച്ചത്, BJP 8 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. തെലങ്കാനയിൽ ഈ TRS നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ അവർ 9 സീറ്റുണ്ടായിരുന്നു, BJP 4, കോൺഗ്രസ് 3, മറ്റേ ഉവൈസിയുടെ പാർട്ടി 1. ആന്ധ്രയിൽ YSR കോൺഗ്രസ് 22, TDP 3. ഇത്തവണ TDPയും BJPയും അലയൻസ് സഖ്യമാണ്. YSR 22, TDP 3 സീറ്റ് ഉണ്ടായിരുന്നു. 3 സീറ്റ് BJPക്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത്തവണ പക്ഷേ ഈ സ്ഥിതിഗതികളൊക്കെ അവിടെ മാറും എന്ന രീതിയിലാണ്. ഞാൻ ഈ നമ്മുടെ നവീൻ പട്നായിക്കിൻ്റെ അവിടെ ഒരു 14 സീറ്റ് കിട്ടുന്ന ഒറീസയിൽ. കാരണം ഇവിടെ നല്ല അദ്ദേഹത്തിന് വീഴ്ച പറ്റും. അടുത്ത ഗവൺമെന്റ് BJPയുടെ നിയമസഭ തെരഞ്ഞെടുപ്പിടെ വരുവാണ്, BJP വരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ YSRന്റെ അവിടെ ഈ ലോക്സഭാ സീറ്റ് മാത്രമേ BJP ശ്രദ്ധിച്ചുള്ളൂ. മറ്റേ ഭൂരിഭാഗം സീറ്റുകളും മറ്റേ ചന്ദ്രബാബു നായിഡു കൊടുത്തു. കാരണം അവിടെ BJPക്ക് അതൊരു ഗ്രിപ്പും ഇതുവരെ ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളല്ല. അപ്പം അവിടെയും നല്ലൊരു നേട്ടം ഉണ്ടാക്കുമെന്ന്. BJP കൂടുതൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സഖ്യം കൂടെ വരുമില്ലേ, അവിടെ നല്ല അപ്രമാദത്തിൽ തന്നെ വരുന്നു, മറ്റേ കയ്യിൽ നിന്ന് പോകുമെന്നാണ് അവിടുത്തെ. അപ്പം പിന്നെ ഈ തെലങ്കാനയിലും കോൺഗ്രസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് എത്ര സീറ്റായിരുന്നു, 303 സീറ്റായിരുന്നല്ലോ BJPക്ക് മാത്രം. BJP സഖ്യം അതിൽ കൂടുതൽ വന്നു. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം 303 സീറ്റ് വന്നതിനകത്ത് ഇതൊന്നും ഇല്ല. ഇവിടെ എല്ലാം വ്യത്യാസം വരികയാണ്. നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെ വ്യത്യാസം വരിക. എന്താ പറഞ്ഞാലും കേരളത്തില് 2 സീറ്റാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഒരു സീറ്റ് 100% കിട്ടും. ഞാൻ അത് തൃശ്ശൂർ സീറ്റ്, അത് ആര് തോൽപ്പിച്ചാലും കിട്ടുമെന്ന് അവിടുത്തെ ഒരു ഇത് നമ്മൾ കിട്ടുന്ന റിപ്പോർട്ട് അങ്ങനെ. അതുപോലെ ഈ തമിഴ്നാട്ടിലൊന്നും ഇല്ലായിരുന്നു അറിയാം. തമിഴ്നാട്ടിൽ ഈ പ്രാവശ്യം വളരെ വ്യത്യാസം. വോട്ടിംഗ് ഷെയർ മാത്രമല്ല, അവിടെ ഒരു 3-4 സീറ്റ് കിട്ടുന്നതാണ്, എങ്ങനെ പോയാലും കിട്ടുന്നതാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ഈ വടക്കേന്ത്യ തെക്കേന്ത്യയിലോട്ട് വരുമ്പം BJPക്ക് വളരെ കൂടുതലാണ്. അപ്പം ഈ പറയുന്ന അതൊക്കെ വടക്കേന്ത്യ തെക്കേന്ത്യയിലോട്ട് വരുമ്പോൾ സീറ്റുകൾ കൂടുതലാവും. പശ്ചിമ ബംഗാളിലെ സീറ്റ് 18-ൽ നിന്ന് 28 ആവുമെന്നാണ് പറഞ്ഞത്. മിനിമം 18-ൽ നിന്ന് 28 ആവും. അപ്പോൾ ഒത്തിരി വ്യത്യാസം വരും. ഞാനീ പറഞ്ഞത് അവർ ഈ പറയുന്ന കണക്കുകൾ കൂട്ടി നോക്കുമ്പം എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് അവർ ഈ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യം പറയുകയും വൃത്തിയായിട്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റവർക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം അവർക്ക് മോദിക്കെതിരെ ഒരു രീതിയിലും പ്രചരണം നടത്താനൊരു ഒരു ആയുധമില്ല. മാത്രമല്ല അതിന് കഴിവുള്ളവരാരും ഇല്ല. ഈ ഒച്ചയടഞ്ഞ അക്ഷരമാവുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ ചില ജയിച്ചും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കിട്ടുന്നതല്ലാതെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ കാര്യക്ഷമത കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും വീണ്ടും ഒരു മത്സരിച്ച് വരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യ മുന്നണിയിൽ. പിന്നെ നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം എനിക്ക് വരണം അല്ലെങ്കിൽ എൻ്റെതാവണം എന്നുള്ള രീതിയാണ്. അപ്പം അങ്ങനെയൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. മറ്റേത് അങ്ങനെയല്ലല്ലോ. അപ്പം വീണ്ടും നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഗവൺമെൻറ് വരും. ഇന്ത്യ മുന്നണി നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്ത പാർലമെൻറ്റിൽ നിന്ന് ഇല്ല, പ്രതാപം പറഞ്ഞ പോലെ ഞാൻ ചൂണ്ടി അല്ലെങ്കിൽ പ്ലക്കാർഡുമായിട്ട് ഞാൻ അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത പ്രാവശ്യം വോട്ട് പിടിക്കാൻ കോൺഗ്രസ്സുകാർ കേരളത്തിൽ കുറച്ചെങ്കിലും പേർക്ക് പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.